2025 അവസാനവും 2026 ആദ്യവുമായി 6 മാസത്തെ ഇടവേളയിൽ രണ്ട് വൻ ജനവിധികൾക്ക് കേരളം തയ്യാറെടുക്കുകയാണ്. 2025 നവംബറിലോ ഡിസംബറിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും 2026 ഏപ്രിലോ മെയിലോ നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നവംബറിൽ പൂർത്തിയാകേണ്ടതാണ്. എന്നാൽ 2020 തെരഞ്ഞെടുപ്പ് കോവിഡ് മൂലം ഡിസംബറിലേക്ക് മാറ്റേണ്ടി വന്നതുകൊണ്ട് ഈ വർഷത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ഡിസംബർ 20-നകം പൂർത്തിയാക്കിയാൽ മതി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് 2021 ഏപ്രിൽ 6-ന് നടന്നു. മെയ് 2-ന് ഫലം പ്രഖ്യാപിച്ചു. 2016 91 സീറ്റോടെ ഭരണം പിടിച്ച ഇടതുമുന്നണി 2021 99 സീറ്റോടെ ഭരണം നിലനിർത്തി. 2016 47 സീറ്റ് ലഭിച്ച ജനാധിപത്യ മുന്നണിയുടെ നില 2021 41 ചുരുങ്ങി. അതുകൊണ്ട് മെയ് മാസത്തിനു മുമ്പ് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കണം. 2020 ഡിസംബർ 8, 10, 14 തീയതികളിലായിരുന്നു കഴിഞ്ഞ തദ്ദേശ വോട്ടെടുപ്പ്. ഡിസംബർ 16-ന് ഫലം പ്രഖ്യാപിച്ചു. നവംബറിൽ നടക്കേണ്ട തെരഞ്ഞെടുപ്പ് കോവിഡ് കാരണമാണ് ഡിസംബറിലായത്. 2015 ഭരണസമിതിയുടെ കാലാവധി നവംബർ 11-ന് പൂർത്തിയായി. തെരഞ്ഞെടുപ്പ് നടത്താനാവാതെ വന്നതുകൊണ്ട് താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തി. 2020 തെരഞ്ഞെടുപ്പിൽ 2015 37.4% വോട്ട് നേടിയ ഇടതുമുന്നണി 40.2%, 37.2% വോട്ട് നേടിയ ജനാധിപത്യ മുന്നണി 37.9%, 13.3% വോട്ട് നേടിയ BJP മുന്നണി 15% വോട്ട് നേടി. അതായത് എല്ലാ പാർട്ടിക്കും മുന്നണിക്കും 2020 വോട്ട് വർധന ഉണ്ടായി. 2,76,56,579 വോട്ടർമാരാണ് 2020 ഉണ്ടായിരുന്നത്. 2015 ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷിയായിരുന്ന കേരള കോൺഗ്രസ് മാണി 2020 ഇടതുമുന്നണിയിലാണ് മത്സരിച്ചത്. മാണിയുടെ ശക്തി കേന്ദ്രങ്ങളായ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ അവർ ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. 2020 ഇടതുമുന്നണി 514 പഞ്ചായത്തും വലതുമുന്നണി 321 പഞ്ചായത്തും BJP 19 പഞ്ചായത്തും പിടിച്ചു. മുനിസിപ്പാലിറ്റികളിൽ 43 ഇടതുമുന്നണിക്കും 41 ജനാധിപത്യ മുന്നണിക്കും ലഭിച്ചു. 2 മുനിസിപ്പാലിറ്റി BJPക്ക് ലഭിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഇത് 108 ഇടതിനായിരുന്നു, 38 ജനാധിപത്യ മുന്നണിക്കും. ജില്ലാ പഞ്ചായത്തുകളിൽ 11 ഇടതിനായിരുന്നു, 3 ജനാധിപത്യ മുന്നണിക്കായിരുന്നു. കോർപ്പറേഷനുകളിൽ 5ഉം 1ഉമായിരുന്നു നില. 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായി പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയനുസരിച്ച് 2,83,12,478 വോട്ടർമാരാണ് കേരളത്തിലുള്ളത്. അവരിൽ 1,49,59,245 പേർ സ്ത്രീകളും 1,33,52,951 പേർ പുരുഷന്മാരും 276 പേർ ട്രാൻസ്ജെൻഡറുകളും ആണ്. 2087 വിദേശ ഇന്ത്യക്കാരും പട്ടികയിലുണ്ട്. ഈ പട്ടിക ഒക്ടോബറിൽ ഇനിയും പരിഷ്കരിക്കുമെന്നാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത്. 2020 6,55,652 വോട്ടർമാരാണ് ഇക്കുറി അധികം. ജൂലൈ 23-ന് പ്രസിദ്ധീകരിച്ച കരട് പട്ടികയിൽ 16,34,216 പേരാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. അവരുടെ സംഖ്യയാണ് ഓഗസ്റ്റ് 1 അവസാന പട്ടികയിൽ 6,55,652 ചുരുങ്ങിയത്. 2025 ജൂലൈ 23-ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയെക്കുറിച്ച് ഓഗസ്റ്റ് 13 വരെ പരാതികൾ സ്വീകരിച്ചു. ആകെ 35.98 ലക്ഷം പരാതികൾ ലഭിച്ചു. ഇവയിൽ 29.81 ലക്ഷം അപേക്ഷകൾ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് ആയിരുന്നു. 4.16 ലക്ഷം അപേക്ഷകൾ പേരുകൾ നീക്കം ചെയ്യാനായിരുന്നു. 13,859 അപേക്ഷകൾ പട്ടിക തിരുത്താനായിരുന്നു. 28,731 പേരെ കമ്മീഷൻ തന്നെ നീക്കം ചെയ്തു. 3,806 പേരെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. അതായത് വോട്ടർ പട്ടികയുടെ കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ നല്ല ജാഗ്രതയോടെ പ്രവർത്തിച്ചു. രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ നടത്തുന്ന വോട്ട് ചോരി സമരം ഇതിന് വലിയ കാരണമായി എന്നത് സത്യമാണ്. 941 ഗ്രാമപഞ്ചായത്തുകളിലെ 17,337 വാർഡുകളിലും 86 മുനിസിപ്പാലിറ്റികളിലും 3,240 വാർഡുകളിലും 6 കോർപ്പറേഷനുകളിലെ 421 വാർഡുകളിലും 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 2,267 സീറ്റുകളിലും 14 ജില്ലാ പഞ്ചായത്തുകളിലെ 346 സീറ്റുകളിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. 1,712 പുതിയ വാർഡുകൾ ഈ തെരഞ്ഞെടുപ്പിന് ഉണ്ടാവും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് 30,756 പോളിംഗ് സ്റ്റേഷനുകൾ ഉണ്ടാവും. ഇവയിൽ 25,309 ഗ്രാമീണ മേഖലകളിലും 5,450 നഗരമേഖലകളിലുമാണ് ഉണ്ടാവുക.
ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളാണ് കേരളത്തിൽ ഉപയോഗിക്കുന്നത്. കർണാടക പക്ഷേ ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങി. വോട്ടിംഗ് മെഷീനുകളിലെ പരിശോധന ഓഗസ്റ്റ് 25-ന് പൂർത്തിയായി. 2025 ജനുവരി 1-ന് 18 വയസ്സ് തികഞ്ഞവരാണ് ഈ വോട്ടർമാർ. 2025 ജനുവരി 1-ന് 18 വയസ്സായവരുടെ കരട് ലിസ്റ്റ് ജൂലൈ 23-ന് പ്രസിദ്ധീകരിച്ചു. അതുകൊണ്ട് 2026-ൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ ഇതിലും കൂടുതൽ വോട്ടർമാർ വരണം. എന്നാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ യജ്ഞം മൂലം എന്താവും സംഭവിക്കുക എന്ന് കൃത്യമായി പറയാനാവില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ടെസ്റ്റ് പേപ്പറായാണ് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് അവിടെ പ്രകടമാക്കപ്പെടുന്ന ജനവികാരം മുന്നണി ബന്ധങ്ങളിൽ വരെ മാറ്റം വരുത്താം. ജനാധിപത്യ മുന്നണിയിലെ രണ്ടാം കക്ഷിയായ മുസ്ലിം ലീഗിനെ ഇടതുമുന്നണിയിൽ എത്തിക്കുന്നതിന് നടക്കുന്ന നീക്കങ്ങൾ സംബന്ധിച്ച് നിർണായക തീരുമാനങ്ങൾ ഉണ്ടായിക്കൂടുന്നില്ല. 2 തവണയായി പ്രതിപക്ഷത്തിരിക്കുന്ന ലീഗിന് ഇനിയും പ്രതിപക്ഷത്തിരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. ലീഗ് ഇടതുമുന്നണിയിലേക്ക് വന്നാൽ രണ്ടാം കക്ഷി സംബന്ധിച്ച തർക്കം, പല പുതിയ തർക്കങ്ങളും ഇടതുമുന്നണിയിൽ ഉണ്ടാകുവാനും ഇടയുണ്ട്. ജർമ്മനിയുടെ ഏകീകരണം സാധ്യമാക്കിയ 19-ാം നൂറ്റാണ്ടിലെ രാഷ്ട്രതന്ത്രജ്ഞൻ ഓട്ടോ വോൺ ബിസ്മാർക്കാണ് സാധ്യതയുടെ കലയാണ് രാഷ്ട്രീയമെന്ന് ആദ്യമായി പറഞ്ഞത്. രാഷ്ട്രീയ പ്രവർത്തനത്തിനിറങ്ങുന്നതും അതിൽ വ്യാപൃതനാകുന്നതും സമൂഹ സേവനത്തിനാണെന്ന് ചിത്രീകരിക്കാറുണ്ടെങ്കിലും എല്ലാവരും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വ്യാപൃതനാകുന്നത് അധികാരം പിടിക്കുവാനാണ്. ഇതിനുവേണ്ടിയാണ് രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുന്നത്. പല പാർട്ടികൾക്ക് വേരോട്ടമുള്ള ജനസമൂഹങ്ങളിൽ ഒറ്റയ്ക്ക് അധികാരം പിടിക്കുവാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിയുന്ന രാഷ്ട്രീയ പാർട്ടികൾ പൊതുകർമ്മ പരിപാടികളുടെ അടിസ്ഥാനത്തിൽ മുന്നണികൾ ഉണ്ടാക്കി അധികാരം പിടിക്കുവാൻ നോക്കുന്നു. ഒരു പാർട്ടിയുടെയും നയപരിപാടികളല്ല മുന്നണിക്കുള്ളത്. എല്ലാ പാർട്ടിക്കാരും സ്വീകാര്യമായ പരിപാടികൾ ഉൾപ്പെടുന്ന പ്രകടന പത്രികയുമായാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തങ്ങൾക്ക് അധികാരം ലഭിച്ചാൽ നടപ്പാക്കുന്ന ജനകീയ പ്രഖ്യാപനങ്ങൾ പ്രകടന പത്രികയിലൂടെ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ പിന്തുണ കിട്ടുവാൻ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു. അധികാരത്തിലെത്തുന്ന പാർട്ടിയും സമർത്ഥരായ നേതാക്കളും ആ അധികാരം ഓരോ പാർട്ടി പ്രവർത്തകന് കൈവന്നു എന്ന ബോധ്യം ജനിപ്പിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് പാർട്ടിയിൽ പ്രവർത്തിക്കുവാനും പാർട്ടിയെ ശക്തിപ്പെടുത്താനും പ്രവർത്തകരിൽ ആവേശം വർദ്ധിക്കുന്നത്. ഭരണത്തിനും ഭരണം നടത്തുന്ന നേതാക്കൾക്കും എതിരെ എന്തെല്ലാം വിമർശനം എതിരാളികളിൽ നിന്ന് ഉണ്ടായാലും ഭരണത്തിന്റെ ആനുകൂല്യം അനുഭവിക്കുന്ന പ്രവർത്തകർ എല്ലാം ന്യായീകരിച്ച് കൂടെ നിൽക്കുന്നു. എന്നാൽ അങ്ങനെയല്ലാതെ ഭരണം തനിക്ക് ലഭിച്ച വ്യക്തിപരമായ അംഗീകാരം ആണ് എന്ന മട്ടിൽ പ്രവർത്തകർക്ക് പങ്കാളിത്തം കൊടുക്കാതെ ഭരിക്കുന്നവർ എത്ര സംശുദ്ധമായി ഭരിച്ചാലും പാർട്ടി ശക്തമാവില്ല. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രവർത്തകരെ കിട്ടാതെ വരും. 2001-ലെ ഭരണം ഉപേക്ഷിച്ച് AK ആന്റണിക്ക് കേരളം വിടേണ്ടി വന്നത് ഭരണത്തോടുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ അമർഷം കൊണ്ടുകൂടിയായിരുന്നു. ഇക്കാര്യത്തിൽ പിണറായി നേരെ മറിച്ചാണ്. സഖാക്കളുടെ ഭരണമാണ് നാട്ടിലാകെ. അവർ നടത്തുന്ന അതിക്രമങ്ങളെപ്പോലും രക്ഷാപ്രവർത്തനങ്ങളായി പിണറായി തന്നെ ചിത്രീകരിക്കുന്നു. PP ദിവ്യയെ പോലുള്ളവർ പോലും സംരക്ഷിക്കപ്പെടുന്നു. പിൻവാതിൽ നിയമനങ്ങൾ സാർവത്രികമായി. സഖാക്കൾക്ക് പദവികൾ ഉറപ്പിക്കാൻ ഗവർണറുമായി വരെ പോരാടുന്നു. പാവപ്പെട്ടവൻ എന്നാൽ പാർട്ടിയിലെ പാവപ്പെട്ടവൻ എന്നാണ് പിണറായിക്ക് അർത്ഥം. ഉദ്യോഗാർത്ഥി എന്നാലും അതാണ് അർത്ഥം. ഇത്തരം കാര്യങ്ങളിൽ മാധ്യമങ്ങളോ പ്രതിപക്ഷമോ പറയുന്നത് അദ്ദേഹത്തെ ഏറെ അലട്ടാറില്ല. ഇത്തരം സമീപനങ്ങൾ വിവാദ വിഷയങ്ങളാണെങ്കിലും പിണറായിയുടെ സഹായം കിട്ടിയവർ അദ്ദേഹത്തിന്റെ പിന്നിൽ ഉറച്ചു നിൽക്കും, അല്ലെങ്കിൽ നിർത്തും. മുന്നണികളായി പ്രവർത്തിക്കുമ്പോഴും മറ്റുള്ള പാർട്ടികളുടെ ചെലവിൽ സ്വന്തം പാർട്ടിയുടെ കരുത്ത് വർദ്ധിപ്പിക്കുവാൻ എല്ലാ പാർട്ടിയും നോക്കും. അതുകൊണ്ടാണ് സീറ്റ് വിഭജനവും മറ്റും വലിയ വിഷയമാകുന്നത്. ഓരോ പാർട്ടിയും തങ്ങൾക്ക് അവകാശപ്പെടുന്നതിനേക്കാൾ വലിയ അവകാശവാദങ്ങൾ നടത്തി പങ്കു ചോദിക്കും. ചിലപ്പോൾ പിടിച്ചെടുക്കുകയും ചെയ്യും. ചെറിയ പാർട്ടികളെ ഇല്ലാതാക്കുവാൻ മുന്നണിയിലെ വലിയ പാർട്ടികൾ നോക്കും. മുന്നണിയിലെ ഒരു പാർട്ടി ശക്തമാകുന്നത് പലപ്പോഴും ഘടകകക്ഷികളെ ഭയപ്പെടുത്തുന്നതായി കണ്ടിട്ടുണ്ട്. 2005-ൽ K കരുണാകരൻ രൂപം കൊടുത്ത ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് പവാറിന്റെ NCPയിൽ ലയിച്ചപ്പോൾ NCPയെ ഇടതുമുന്നണി പുറത്താക്കിയത് ഒരു ഉദാഹരണം. 2010-ൽ കേരള കോൺഗ്രസ് മാണിയിൽ ജോസഫ് ലയിച്ചപ്പോൾ കോൺഗ്രസ് ഉണ്ടാക്കിയ അസ്വസ്ഥത അടുത്ത ഉദാഹരണം. വാസ്തവത്തിൽ ഘടകകക്ഷികളെ ശക്തിപ്പെടുത്തി ഭരണം പിടിക്കുന്നതിലാണ് മുന്നണിയുടെ വിജയം. കേരളത്തിലെ മുന്നണികൾ നോക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരാൻ വൈമനസ്യുള്ള എന്നാൽ കോൺഗ്രസിന്റെയും BJPയുടെയും നിലപാടുകളിൽ അമർഷമുള്ള വലതുപക്ഷക്കാരന് ഇടതുമുന്നണിയിലേക്കുള്ള വാതിലായി കേരള കോൺഗ്രസ് പോലുള്ള കക്ഷികൾ ശക്തമാവുവാൻ മുന്നണി കൂട്ടായി യത്നിക്കണം. ഇടതുമുന്നണിയുടെ പോക്കിൽ അമർഷമുള്ള ഇടതുപക്ഷക്കാരെ ആകർഷിക്കാൻ RSPയെയും CMPയെയും ശക്തമാക്കുവാൻ ജനാധിപത്യ മുന്നണിയും ശ്രമിക്കണം. ഇത്തരം നീക്കങ്ങൾ പലപ്പോഴും കാണാറില്ല. ഒപ്പമുള്ള ജനപിന്തുണയുള്ള പാർട്ടികളെ ചെറുതാക്കി ഇല്ലാതാക്കുവാൻ ശ്രമിക്കും. ഇങ്ങനെ കേരളത്തിൽ ഇല്ലാതായ പാർട്ടിയാണ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയായി രൂപം കൊണ്ട കേരളത്തിലെ മിക്കവാറും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഇന്നത്തെ നില എത്ര ദയനീയമാണ്. എല്ലാവരെയും വളരെ തന്ത്രപൂർവ്വം
CPM തിന്നു എന്ന് പറയുന്നതാവും ശരി. ഒരിക്കൽ ഒരു PSP-കാരനായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയെന്ന് ഓർക്കുക. ഒരിക്കൽ കേരള ഭരണത്തിൽ പങ്കാളിയായിരുന്ന ജോസഫ് വടക്കനച്ചന്റെയും വെല്ലിംഗ്ടന്റെയും കർഷക തൊഴിലാളി പാർട്ടി, മത്തായി മാഞ്ഞുരാന്റെ കേരള സോഷ്യലിസ്റ്റ് പാർട്ടി, നായന്മാരുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായ NDP, ഈഴവരുടെ രാഷ്ട്രീയ പാർട്ടിയായിരുന്ന SRP എന്നിവ ഏതാണ്ട് നാമാവശേഷമായി. RSP, കേരള കോൺഗ്രസ് എന്നിവ പടവലങ്ങ പോലെ കീഴോട്ട് വളരുന്നു. പഴയ പാർട്ടിയുടെ നിഴൽ പോലും ആകുവാൻ അവർക്ക് ആവുന്നില്ല. അന്നത്തെ നേതാക്കന്മാരുടെ നിലവാരമുള്ള നേതാക്കന്മാർ ഇല്ല എന്നത് തന്നെയാണ് അവരുടെ അധോഗതിയുടെ പ്രധാന കാരണം. ചില നേതാക്കന്മാരുടെ നേട്ടങ്ങൾ മാത്രം പ്രധാന ലക്ഷ്യമായി കരുതുന്ന പാർട്ടികൾ അവരുടെ നേതൃത്വത്തിൽ നല്ല നേട്ടം കൈവരിച്ചിട്ടുണ്ട്. അവർ മുന്നണികളിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് സ്വന്തം പാർട്ടിക്ക് കരുത്ത് വർദ്ധിപ്പിക്കാനാണ്. അതവരുടെ വിലപേശൽ ശേഷി വർദ്ധിപ്പിച്ച് മെച്ചപ്പെട്ട വകുപ്പുകൾ സ്വന്തമാക്കുവാനും അധികാരത്തിൽ കാര്യമായ സ്വാധീനം നുകരുന്നതിനുമാണ്. തങ്ങളുടെ പാർട്ടിയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിന് തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലെ ജനങ്ങൾക്ക് അവർ കൈയയച്ച് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാറുണ്ട്. പാർട്ടിയുടെ കരുത്ത് വർദ്ധിപ്പിച്ചാൽ തങ്ങൾക്ക് ദോഷം ഉണ്ടായേക്കുമെന്ന സംശയം വന്നാൽ പാർട്ടിയുടെ ഭാവിയാവേണ്ട യുവനേതാക്കളെ നിഗ്രഹിക്കുവാനും അവർ കരുക്കൾ നീക്കും. തനിക്ക് അധികാരം കിട്ടുന്നില്ലെങ്കിൽ എന്തു പാർട്ടി എന്ന മട്ടിൽ ഒപ്പം ഉള്ളവരുമായി രായ്ക്കുരാമാനം മറുകണ്ഠം ചാടി പദവി ഉറപ്പിക്കുന്നവരുമുണ്ട്. ഇങ്ങനെ വരുന്ന പുത്തൻ കൂട്ടുകാരെ ഉൾക്കൊള്ളാൻ ചിലപ്പോൾ പുതിയ വീട്ടുകാർക്ക് തന്നെ വിഷമമാകാറുണ്ട്. എങ്കിൽ അവരുടെ സ്ഥിതി വളരെ ദാരുണമാകും. അത്തരക്കാർ തുടക്കത്തിൽ നേട്ടങ്ങൾ കൈവരിച്ചാലും ഒന്നോ രണ്ടോ തെരഞ്ഞെടുപ്പുകൾ കൊണ്ട് അപ്രസക്തരാകും. ഇത്തരം സാധ്യതകൾ എല്ലാം കൗശലപൂർവ്വം വിനിയോഗിക്കുന്നതിൽ വൈഭവമുള്ള നേതാക്കളും പാർട്ടിയും മുന്നണിയുമാണ് ജനങ്ങളുടെ പിന്തുണ തെരഞ്ഞെടുപ്പ് വിജയമായി രൂപാന്തരപ്പെടുത്തുന്നത്. ഇതിനിടെ ചില നേതാക്കന്മാർ തങ്ങൾക്ക് സ്ഥാനമോഹമോ അധികാരക്കൊതിയോ ഇല്ലെന്നും തങ്ങളുടെ പാർട്ടിയിലെ വേറെ ചില പ്രമുഖ നേതാക്കന്മാർ വലിയ അധികാരക്കൊതിയന്മാരാണെന്നും അഴിമതിക്കാർ വരെ ആണെന്നും മാധ്യമ സഹായത്തോടെ സമൂഹത്തിൽ പടർത്താറുണ്ട്. എന്നാൽ പാർട്ടിയിലോ ഭരണത്തിലോ എപ്പോഴും അവർ തങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുകയും ചെയ്യുന്നു. എന്നാലും ചില മാധ്യമങ്ങൾ അവരെ ആദർശ രാഷ്ട്രീയത്തിന്റെ ആൾരൂപമായി വാഴ്ത്താറുണ്ട്. അദ്ദേഹം എന്നും പ്രമുഖ പദവികളിൽ തന്നെ ഉള്ള കാര്യം കാണുമ്പോഴും അവർ വാഴ്ത്തുന്നു. എന്നാലും അവർ അധികാരക്കൊതിയന്മാരല്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങുന്നതും വ്യാപൃതരാകുന്നതും അധികാരം പിടിക്കുവാനാണ് എന്നതുകൊണ്ട് അധികാരമോഹം ഇല്ലാത്ത നേതാവ് എന്ന് പറയുന്നത് തന്നെ കാപട്യമാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി രാഷ്ട്രീയ സേവനം നടത്തിയിരുന്ന മാധ്യമങ്ങൾ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ തങ്ങൾ പറയുന്നത് അനുസരിക്കുന്ന നേതാക്കന്മാരെ അധികാരത്തിൽ എത്തിച്ച് ഭരണത്തിന്റെ ആനുകൂല്യങ്ങൾ സ്വന്തമാക്കുവാൻ ശ്രമിക്കുന്നവരായി. അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് തുള്ളാത്തവർക്കെതിരെ കഥകൾ ഉണ്ടാക്കുവാനും അവ സമൂഹത്തിൽ പടർത്തി അവരുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കുവാനും നോക്കുന്നവരായി. ഇത്തരം നിഗ്രഹ ശ്രമങ്ങളെ പരാജയപ്പെടുത്തി തല ഉയർത്തി നിൽക്കുന്നവർ മാധ്യമങ്ങൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം പോലും കൊടുക്കാത്തവരുമായി. പൊതു തെരഞ്ഞെടുപ്പുകൾ ഏറെ ചെലവുള്ളതായതോടെ പണക്കാരും പണവും തെരഞ്ഞെടുപ്പിൽ വലിയ പങ്ക് വഹിക്കുന്നു. ലോക്സഭയിലേക്ക് മത്സരിക്കണമെങ്കിൽ 10 കോടി രൂപയും നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിന് 1 കോടി രൂപയും ചെലവാകുമെന്നാണ് ഇപ്പോഴത്തെ നിരക്കുകൾ. ഇതിനുള്ള പണം അധികാരം കൊണ്ട് ഉണ്ടാക്കണം. സാധാരണക്കാർ വോട്ട് ചെയ്യുമെന്നല്ലാതെ 50 വർഷം മുമ്പത്തെ പോലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒന്നും സംഭാവനകൾ നൽകാറില്ല. അതുകൊണ്ട് ഭരണമുള്ള കാലത്ത് പരമാവധി പണം ഉണ്ടാക്കിയില്ലെങ്കിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നു. അടിയന്തരാവസ്ഥയെ തുടർന്ന് സ്ഥാനഭ്രഷ്ടമായപ്പെട്ടപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് ഡൽഹിയിൽ ഒരു വസതി കിട്ടാൻ പോലും ഉണ്ടായ ബുദ്ധിമുട്ടാണ് പിന്നീട് അധികാരം ലഭിച്ചപ്പോൾ അവരെ അങ്ങനെയൊക്കെ ആക്കിയതെന്ന് ചിത്രീകരിക്കപ്പെടുന്നു. ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിലും 3ാം വട്ടവും ഭരണം പിടിക്കുന്നതിന് വളരെ തന്ത്രപൂർവമായ കരുക്കളാണ് പിണറായി നീക്കുന്നത്. സർക്കാർ ചെലവിൽ നല്ല പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. വികസന സദസ്സുകൾ അടുത്ത പരീക്ഷണമാണ്. വിമർശനങ്ങൾ വരും. പക്ഷേ കുറെ പേരെ കൂടി കൂടെ കൂട്ടാനുള്ള നീക്കം. ഇത്തരം സദസ്സുകളിൽ പങ്കെടുത്ത് സർക്കാരിനെ അറിയാതെ പ്രശംസിച്ച് അടിമേടിച്ചവരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വരെ പെട്ടു. നാട്ടിൽ പറഞ്ഞത് നിയമസഭയിൽ തിരുത്തി പറഞ്ഞതിന് അദ്ദേഹത്തിന് മാപ്പ് പറയേണ്ടി വന്നു. 2006 മുതൽ 2011 വരെ കേരളം ഭരിച്ച VS സർക്കാരിനെ കുറിച്ച് നാട്ടിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിലും വിദ്യാഭ്യാസ രംഗത്തെ ദൈവനിഷേധപരമായ സമീപനങ്ങളുടെ പേരിലും സ്വാശ്രയ നിയമത്തിന്റെ പേരിലും എല്ലാം വലിയ രോഷമുണ്ടായിട്ടും 140 അംഗ നിയമസഭയിൽ 72 സീറ്റ് നേടാനാണ് കോൺഗ്രസിനായത്. അതുകൊണ്ട് ഇപ്പോഴുള്ള ഭരണവിരുദ്ധ വികാരങ്ങളെ മറികടന്ന് ഭരണം നിലനിർത്താനാകും എന്നാണ് ഇടതുമുന്നണി കരുതുന്നത്. ജനങ്ങളുടെ ഓർമ്മ ഹ്രസ്വമാണ്. പഴയതെല്ലാം മറക്കും. പുതിയ വിഷയങ്ങൾ വരും. പുതിയ വിഷയങ്ങൾ കൊണ്ടുവരും. ചാനലുകളെ വിലക്കെടുക്കും. പ്രൈം ടൈം വാങ്ങും. സർക്കാർ വാർത്തകൾ കൊടുപ്പിക്കും. ചർച്ചകൾക്ക് പുതിയ വിഷയങ്ങൾ ഉണ്ടാക്കും. നിലവിലുള്ള മുന്നണിയെ ശക്തമാക്കുന്നതിനും സാധിക്കുമെങ്കിൽ ലീഗിനെ കൂടി ഭരണപക്ഷത്ത് കൊണ്ടുവരുന്നതിനും ജാഗ്രതയോടെയുള്ള നീക്കങ്ങൾ പിണറായി നടത്തുന്നു.
ഇക്കാര്യത്തിൽ ഏതു തീരുമാനവും എടുക്കുവാൻ പിണറായിക്കുള്ള മാൻഡേറ്റ് മുന്നണിക്ക് വളരെ ഗുണകരമാണ്. കാര്യങ്ങൾ പലപ്പോഴും ഏകാധിപത്യപരമായാണ് പോകുന്നതെങ്കിലും മുന്നണിക്ക് അതാണ് ഗുണം ചെയ്യുന്നത്. പിണറായിയോട് കാര്യങ്ങൾ പറയാം. അദ്ദേഹം ചെയ്യാമെന്ന് പറയുന്ന കാര്യങ്ങൾ ആരെതിർത്താലും നടപ്പാക്കിയിരിക്കും എന്നൊക്കെയാണ് ധാരണകൾ. രാഷ്ട്രീയ നേതാക്കൾക്ക് മാത്രമല്ല, സമുദായ നേതാക്കൾക്കും വ്യവസായ പ്രമുഖർക്കും എല്ലാം അത് ഉറപ്പാണ്. ജീവനക്കാരെ പോലും പിണറായി അനങ്ങാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ടല്ലോ ശമ്പള കുടിശ്ശികയുടെ പേരിലോ ശമ്പള പരിഷ്കരണത്തിന്റെ പേരിലോ ഇവിടെ സമരം ഇല്ലാത്തത്. അതുകൊണ്ട് കൊടുക്കേണ്ടവർക്ക് കൊടുക്കുന്നുണ്ട്. കേരളം മുഴുവൻ എതിർത്തിട്ടും പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങൾക്ക് കൊടുത്ത ശമ്പളം എത്രയാണ്? ഉദാഹരണങ്ങൾ പലതുണ്ട്. ജനപ്രതിനിധികളുടെ ആനുകൂല്യങ്ങളും കൂട്ടി. പലതും ജനാധിപത്യ ശൈലിക്ക് നിരക്കാത്തതാണെങ്കിലും മുന്നണിയെ വിജയത്തിലേക്ക് നയിക്കുന്ന ഘടകമാണ്. മുന്നണിയിലെ ഓരോ കക്ഷിയെയും മുന്നണിക്കുള്ള പ്രയോജനവും വെച്ച് പിണറായി കണക്കാക്കുന്നുണ്ട്. CPI-യുമായി നല്ല ബന്ധത്തിലാണ്. 2016-ൽ നിന്നും വ്യത്യസ്തമായി ചെറിയ കക്ഷികൾക്ക് മന്ത്രിസ്ഥാനം കൊടുത്തു. പക്ഷേ അരട്ടയും വെച്ചാണെന്ന് മാത്രം. ഇന്നത്തെ ഭരണമുന്നണിയിൽ മന്ത്രിസ്ഥാനം കിട്ടാത്ത ഒരു MLA ഉള്ളത് ശ്രേയാംസ് കുമാറിന്റെ പാർട്ടിയിലാണ്. കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണിക്ക് പിണറായി രാജ്യസഭാ സീറ്റ് കൊടുക്കുകയും മാതൃഭൂമി പത്രത്തിന്റെ MD-ആയ MP ശ്രേയാംസ് കുമാറിന്റെ അവകാശവാദത്തെ തള്ളുകയും ചെയ്തു. കോൺഗ്രസ് മുന്നണിയിലാണെങ്കിൽ ജോസിന് സീറ്റ് കിട്ടുമോ? ഒരിക്കലുമില്ല. അവിടുത്തെ വഴക്ക് തീരില്ല. എന്നാൽ ജോസിനെ ഇടതുമുന്നണിയിൽ തന്നെ തളച്ചിട്ട് ജോസിലൂടെ ക്രൈസ്തവ സമൂഹത്തിലെ നല്ല ഒരു പങ്കിനെ കൂടെ നിർത്തണം എന്ന് പിണറായി ആഗ്രഹിക്കുന്നു. മാതൃഭൂമി പത്രത്തിന്റെ MD-യേക്കാൾ ജോസിന് പിണറായി വില കൊടുക്കാൻ കാരണം അതാണ്. ഇത്തരം കാര്യങ്ങളിൽ വളരെ സൂക്ഷിച്ച് തീരുമാനമെടുക്കുന്ന ആളാണ് പിണറായി. കോൺഗ്രസ് വിട്ടുവന്ന ചെറിയാൻ ഫിലിപ്പിന്റെ മറന്ന് ജോൺ ബ്രിട്ടാസിനെ രാജ്യസഭയിലേക്ക് അയച്ചത് മറ്റൊരു ഉദാഹരണം. മാധ്യമങ്ങളെല്ലാം ചെറിയാനു വേണ്ടി എഴുതിയതാണ്. പക്ഷേ പദവി ബ്രിട്ടാസിന് കിട്ടി. പിണറായിയും സതീശനും തമ്മിലുള്ള വ്യത്യാസം പ്രകടമാക്കുന്ന സംഭവങ്ങളാണ് KJ ഷൈനും രാഹുൽ മാങ്കൂട്ടത്തിലിനും എതിരെ ഉയർന്ന പരാതികൾ. രാഹുലിനെതിരെ പരാതി ഉയർന്നപ്പോൾ ഇരുത്തം വന്ന പ്രതിപക്ഷ നേതാവിനെ പോലെയല്ല, KSU നേതാവിനെ പോലെയാണ് സതീശൻ വിഷയം കൈകാര്യം ചെയ്തത്. കോൺഗ്രസിന്റെ തീപ്പൊരി നേതാവായ മാങ്കൂട്ടത്തിലിനെതിരെ വന്ന ആരോപണങ്ങളെക്കുറിച്ച് തിരക്കട്ടെ എന്നുപോലും സതീശൻ പറഞ്ഞില്ല. മാങ്കൂട്ടത്തിലിനെതിരെ കേസുണ്ടാക്കുവാൻ കോൺഗ്രസും സർക്കാരും ശ്രമിച്ചു. പോലീസിന് ഇപ്പോഴും കേസെടുക്കാൻ വകുപ്പൊന്നും കിട്ടിയില്ല. കോൺഗ്രസിനുണ്ടായ പരിക്കോ? ഇത്തരം കാര്യങ്ങളിൽ പിണറായി പ്രതികരിക്കുമോ? ആരോപണ വിധേയനായവനെ പരമാവധി സംരക്ഷിക്കുവാനാവില്ലേ പിണറായി നോക്കുക? പ്രവർത്തകരുടെ പിന്തുണ കിട്ടുന്നത് ഇത്തരം സമീപനത്തിനാണ്. ശശിമാരും ഗോപിയും മുകേഷും എല്ലാം പിണറായിയിൽ കാണുന്നത് രക്ഷകനെയാണ്. ഷൈനെതിരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടവരെ എല്ലാം പോലീസ് ഓടിച്ചു പിടിക്കുകയാണ്. കേരളത്തിലെ വോട്ടർമാരിൽ മറ്റു പരിഗണനയേക്കാൾ സാമുദായിക ചിന്ത ശക്തമാകുന്ന നാളുകളാണിത്. എല്ലാ സാമൂഹിക വിഷയങ്ങളെയും സാമുദായികമായി വീക്ഷിക്കുന്നവരുടെ സംഖ്യ വർദ്ധിക്കുകയാണ്. കേരളത്തിൽ 58% ഹിന്ദുക്കളും 24% മുസ്ലിമുകളും 18% ക്രൈസ്തവരും ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ 3 സമുദായങ്ങളിൽ ദൈവവിശ്വാസികളായ ഹിന്ദുക്കളും ക്രൈസ്തവരും ഏതാണ്ട് ഒറ്റക്കെട്ടായി കോൺഗ്രസ് കൂടാരത്തിലായിരുന്നു. അവർക്ക് നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റുകാരുമായി സന്ധി സാധ്യമായിരുന്നില്ല. ഇപ്പോൾ കാര്യങ്ങളെല്ലാം മാറി. മുസ്ലിമുകളിൽ ഭൂരിപക്ഷവും മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും പിന്താങ്ങിയിരുന്നു. അവർക്കും നിരീശ്വരത്വം വലിയ വിഷയമായിരുന്നു. പഴയതുപോലെ CPM നിരീശ്വരത്വം പറയുന്നില്ല. അമ്പലങ്ങളിലും പള്ളികളിലുമെല്ലാം അവരുണ്ട്. നേതാക്കളും മാറി. കമ്മ്യൂണിസ്റ്റുകാരെ മാറ്റി നിർത്തണം എന്ന ശാഠ്യം അവർക്കും ഇല്ല. കോൺഗ്രസ് എന്തെല്ലാമായിരുന്നോ അതെല്ലാമും അതിനപ്പുറവും ഞങ്ങൾക്ക് ആവാമെന്നാണ് പിണറായിയുടെ നേതൃത്വത്തിൽ CPM ഇപ്പോൾ കാണിച്ചു കൊടുക്കുന്നത്. അതിനായി നടത്തിയ ആഗോള അയ്യപ്പ സംഗമം അവർ ഉദ്ദേശിച്ചതിലും വിജയിച്ചു. അയ്യപ്പ സംഗമത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യം മനസ്സിലാക്കിയ കോൺഗ്രസും BJP-യും വിട്ടുനിന്നതും BJP ബദൽ അയ്യപ്പ സംഗമം നടത്തിയതുമെല്ലാം ഇതേ ലക്ഷ്യത്തോടെയാണ്. ഓരോ പരിപാടികളുമായി പിണറായി കയറിക്കളിക്കുകയാണ്. ഭഗവത്ഗീതയിൽ നിന്നുള്ള ഉദ്ധരണിയോടെയാണ് പിണറായി സംഗമത്തിലെ പ്രസംഗം ആരംഭിച്ചത്. ആരാണ് ഭക്തൻ എന്ന ഗീതയിലെ ശ്ലോകമാണ് അദ്ദേഹം ഉദ്ധരിച്ചത്. ഭക്തൻ എന്നാൽ ആരോടും വിദ്വേഷം പുലർത്താത്തവനും എല്ലാവരോടും സ്നേഹവും സൗഹൃദവും കാണിക്കുന്നവനും സന്താപത്തിലും സന്തോഷത്തിലും ശാന്തത വിടാത്തവനുമാണെന്ന് പിണറായി ഉദ്ധരിച്ചു. ശബരിമലയിൽ ആലപിക്കുന്ന ഹരിവരാസനം എന്ന കീർത്തനത്തിന് സംഗീതം പകർന്നത് നിരീശ്വരനായ ദേവരാജൻ മാസ്റ്ററും ആലപിച്ചത് ജന്മം കൊണ്ട് ക്രൈസ്തവനായ യേശുദാസുമാണെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ശബരിമല തീർത്ഥാടക വഴിയിലെ വാവരുടെയും അർത്തുങ്കൽ പള്ളിയുടെയും പ്രാധാന്യം മുഖ്യമന്ത്രി ഉദ്ധരിച്ചു. പ്രതിപക്ഷത്തിന് പ്രതിരോധം ഉണ്ടാക്കേണ്ട ഗതിയാണ്. ആക്രമിച്ച് കളിക്കുവാൻ പ്രതിപക്ഷത്തെ അനുവദിക്കാത്ത നില. അതായത് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം CPM ആവിഷ്കരിച്ചിരിക്കുന്നു. ഹൈന്ദവരുടെ പ്രമുഖ സമുദായ സംഘടനയായ SNDP-യും ഇപ്പോൾ NSS-ഉം സർക്കാരിന് അനുകൂലമായി സംസാരിച്ചു തുടങ്ങി.
പഴയകാലത്തെക്കുറിച്ച് ഇനി സംസാരിക്കേണ്ടതില്ല. ശബരിമലയിൽ ആചാരലംഘനം ഉണ്ടാകില്ലെന്നും വിശ്വാസം സംരക്ഷിക്കുമെന്നും സർക്കാരിന്റെ ഉറപ്പുണ്ട്. എല്ലാ കാലത്തും വിശ്വാസികൾ സർക്കാരിന് നേതൃത്വം കൊടുക്കണമെന്നില്ല. 10 കൊല്ലമായി ഇടതു സർക്കാരാണ്. അവരിൽ പലരും വിശ്വാസികളുമാണ്. NSS വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ ഒരു മാധ്യമത്തോട് പറഞ്ഞു. ശബരിമല യുവതി പ്രവേശനത്തിലെ ആശങ്ക സർക്കാർ പരിഹരിച്ചുവെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി. ആഗോള അയ്യപ്പ സംഗമത്തെ NSS പിന്താങ്ങിയത് സർക്കാർ അനുകൂല മാറ്റമായി ചിത്രീകരിക്കപ്പെടുന്നു. മുഖ്യമന്ത്രി യഥാർത്ഥ ഭക്തനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് പ്രസംഗം ആരംഭിച്ചതിന്റെ ലക്ഷ്യം കൃത്യമാക്കിയത് വെള്ളാപ്പള്ളി നടേശനാണ്. ആഗോള സംഗമവേദിയിൽ വെച്ച് പിണറായി അയ്യപ്പന്റെ പ്രതിമ ആദരവോടെ സ്വീകരിച്ചത് വലിയ മാറ്റമാണ് എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. മനസ്സിൽ അദ്ദേഹം അയ്യപ്പ ഭക്തനാണ്. അതുകൊണ്ടല്ലേ അയ്യപ്പ പ്രതിമ സ്വീകരിച്ചതെന്ന് വെള്ളാപ്പള്ളി ചോദിച്ചു. വെള്ളാപ്പള്ളിയുടെ ഈ വ്യാഖ്യാനത്തെ മുഖ്യമന്ത്രി വേദിയിൽ വെച്ചോ പിന്നീടോ എതിർത്തില്ല എന്നതും ശ്രദ്ധേയമാണ്. പണ്ട് CPM നേതാവായിരുന്ന തിരുവമ്പാടിക്കാരൻ മത്തായി ചാക്കോ ദൈവവിശ്വാസിയായിരുന്നുവെന്ന് പറഞ്ഞതിന് താമരശ്ശേരി മെത്രാൻ പോൾ ചിറ്റിലപ്പള്ളിയെ പരസ്യമായി ചീത്ത പറഞ്ഞ പിണറായിയാണ് ഇപ്പോൾ മൗനം പാലിക്കുന്നതെന്ന കാര്യം നിരീക്ഷകർ മനസ്സിലാക്കുന്നു. ആദർശത്തിനു വേണ്ടി പണ്ടെല്ലാം നിരീശ്വരത്വം പറയും. എങ്കിലും ഇവരെല്ലാം മനസ്സിൽ അയ്യപ്പ ഭക്തരാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. ശബരിമലയിൽ വരുന്നവരിൽ 90% മാർക്സിസ്റ്റുകാരാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. ഇതെല്ലാം പറയാൻ സ്വന്തം കാറിലാണ് പിണറായി വെള്ളാപ്പള്ളിയെ സംഗമവേദിയിൽ എത്തിച്ചതെന്നതും ശ്രദ്ധേയമായ മാറ്റമാണ്. പിണറായിക്ക് 3-ാം ഊഴം കിട്ടുമെന്ന് വളരെ കാലമായി പ്രവചിക്കുന്ന സമുദായ നേതാവാണ് SNDP യോഗം സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഒരിക്കൽ യോഗം പിടിച്ചെടുക്കുവാൻ നടന്ന ഗോകുലം ഗോപാലിന്റെയും അടുത്ത സുഹൃത്താണ് പിണറായി. ഇപ്പോൾ രണ്ടുപേരും പിണറായിയുടെ അടുത്ത സുഹൃത്തുക്കൾ. ഗോകുലവും നടേശനൊപ്പം ആഗോള സംഗമത്തിന് ഉണ്ടായിരുന്നു. അതാണ് പിണറായിയുടെ വൈഭവം. എല്ലാവരെയും കൊണ്ടു നടക്കാനുള്ള കഴിവും എല്ലാവരെയും മെരുക്കിക്കൊണ്ടുപോകാനുള്ള കഴിവും പിണറായിക്ക് മാത്രം എന്ന് നടേശൻ പറയുന്നത് സ്വന്തം അനുഭവത്തിൽ നിന്നുമാണ്. UDF-ൽ ദിവസവും ഇടിയുടെ പൂരമല്ലേ? അവിടെ ഐക്യമുണ്ടോ? പിണറായിയുടെ നല്ല കാലമാണിതെന്നും അദ്ദേഹം ചോദിക്കുന്നു. പുതിയ UDF കൺവീനർ വന്നതോടെ UDF നാമവിശേഷമായി എന്ന് വെള്ളാപ്പള്ളി പറയുന്നു. അദ്ദേഹം പറയുന്നത് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? രാഹുലിനോട് അസംബ്ലിയിൽ വരരുതെന്ന് പറഞ്ഞിട്ട് വന്നില്ലേ? കൺവീനറുടെ ഇമേജ് മൈനസിൽ നിന്നും മൈനസിലേക്ക് പോവുകയാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. വെള്ളാപ്പള്ളി ഭരതനെ രാജാവാക്കുവാൻ മാത്രമല്ല, രാമനെ കാട്ടിലേക്ക് അയക്കുവാനും പറ്റുന്നതെല്ലാം ചെയ്യാൻ ഉറച്ച മട്ടാണ്. ക്രൈസ്തവരെയും മുസ്ലിമുകളെയും കൂടെ നിർത്താനും പിണറായി ശ്രദ്ധിക്കുന്നു. സുപ്രീം കോടതി വിധിയിലൂടെ എല്ലാം നഷ്ടപ്പെടുന്നു എന്ന് കണ്ട യാക്കോബായ സഭ പണ്ടേ പിണറായിയുടെ കൂടെയാണ്. അവരുടെ പള്ളികൾ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഓർത്തഡോക്സുകാർ പിടിച്ചുകൊണ്ടു പോകാതിരിക്കുവാൻ പിണറായി പരമാവധി സഹായിക്കുന്നു. സർക്കാർ നിലപാട് മൂലം സുപ്രീം കോടതി സമീപനങ്ങളിൽ നേരിയ മാറ്റം അനുവദിച്ചു. ഇനി ചർച്ച ആക്ട് വരെ അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 10 കൊല്ലം ഭരിച്ചിട്ടും ആ നിയമം കൊണ്ടുവന്നില്ലെങ്കിലും യാക്കോബായക്കാരെ പ്രതീക്ഷ കൊടുത്ത് കൂടെ നിർത്തുന്നു. ഗോകുലത്തെയും വെള്ളാപ്പള്ളിയെയും ഒന്നിച്ചു കൊണ്ടുപോകുന്നത് പോലെ അദ്ദേഹം ഓർത്തഡോക്സുകാരെയും കൂടെ നിർത്തുന്നു. 2016-ലെ നിർണായക പോരാട്ടത്തിൽ ഓർത്തഡോക്സുകാരനായ ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രിയാക്കാതെ ഇടതുപക്ഷത്തെ ജയിപ്പിക്കുവാൻ സാധിക്കുന്നതെല്ലാം ചെയ്തു കൊടുത്തു ഓർത്തഡോക്സുകാർ. ഓർത്തഡോക്സുകാരിയാണ് മന്ത്രി വീണ ജോർജ്. കത്തോലിക്ക സഭാ നേതാക്കളുമായും നല്ല ബന്ധം ഉണ്ടാക്കുവാൻ പിണറായി ശ്രമിക്കുന്നു. താമരശ്ശേരി മെത്രാനെ പരസ്യമായി നിന്ദിച്ച അദ്ദേഹം അവരുടെ ബിഷപ്പ് ഹൌസിൽ പോയി മെത്രാനെ സന്ദർശിച്ചു പിണക്കം മാറ്റിയത് പിൽക്കാല ചരിത്രം. ശബരിമലയിലെ ആഗോള സംഗമവേദിയിൽ നിന്നും അടൂരിലെ മലങ്കര പുനരൈക്യ വാർഷികത്തിന് പിണറായി വന്നതും വെറുതെയല്ല. ഇങ്ങനെ സമുദായ നേതാക്കളെ തൃപ്തിപ്പെടുത്തി കോശി കമ്മീഷൻ റിപ്പോർട്ട് പോലുള്ള വിപ്ലവകരമായ നിർദ്ദേശങ്ങൾ പറഞ്ഞത്ത് വെച്ച് സമുദായ വോട്ട് നേടാനാണ് പിണറായി നോക്കുന്നത്. സമുദായ നേതാക്കന്മാർ പറയുന്നത് സമുദായത്തിലെ എല്ലാവരും അതേപടി അനുസരിക്കുമെന്ന് കരുതുന്നവനല്ല പിണറായി. സമുദായ ബോധമുള്ള ജനങ്ങൾ അവരുടെ താല്പര്യങ്ങൾ പരമാവധി സംരക്ഷിക്കുന്നവരെ പിന്താങ്ങിയെന്നു വരാം. വേറെയും സ്വാധീനങ്ങൾ വന്നുകൂടുന്നില്ല. എങ്കിലും സമുദായ നേതാക്കന്മാരുടെ പിടിയിൽ തന്നെ കിടക്കുന്ന കുറെ വോട്ടുകളുണ്ട് ഓരോ നിയോജക മണ്ഡലത്തിലും. അത് കൂടിയും കുറഞ്ഞും കിടക്കും. എങ്കിലും സമാസമമുള്ള 2 മുന്നണികൾ ഏറ്റുമുട്ടുമ്പോൾ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുവാൻ ഈ വോട്ടിന് സാധിക്കും. 2016-ൽ സാക്ഷാൽ പാലയിൽ KM മാണിയെ ജയിപ്പിച്ചത് വെള്ളാപ്പള്ളിയുടെ വോട്ട് കൂടിയായിരുന്നുവെന്ന് പറയുന്നുണ്ട്. മാണിയുടെ കാലശേഷം അത് കിട്ടുന്നില്ല. മാണിക്കാർ പാലായിൽ തോൽക്കുകയും ചെയ്യുന്നു. അത്തരം മണ്ഡലങ്ങളാണ് പിണറായിയുടെ ലക്ഷ്യം. സർക്കാരിനോടുള്ള നിലപാടിലടക്കം പല വിഷയത്തിലും 2 ധ്രുവങ്ങളിൽ നിന്നവരാണ് സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും. എന്തേ ഇന്നലെ വരെ ഇല്ലാത്ത സർക്കാർ അനുകൂല നിലപാട് സുകുമാരൻ നായർക്ക് ഉണ്ടായെന്ന് നിരീക്ഷകരാകെ അത്ഭുതപ്പെടുന്നു. ആഗോള അയ്യപ്പ സംഗമവും പിണറായി അയ്യപ്പ പ്രതിമ ഏറ്റുവാങ്ങിയതും മാത്രമാണ് കാരണമെന്ന് കരുതാൻ പലർക്കും സാധിക്കുന്നില്ല. എന്തോ സംഭവിച്ചിരിക്കുന്നു.
രോഗക്കിടക്കയിലായിരുന്ന സുകുമാരൻ നായരെ പിണറായി കാണാനെത്തിയപ്പോൾ കാറ്റുമാറി വീശുന്നോ എന്ന് സംശയം ഉണ്ടായതാണ്. ഇത്തരം ധ്രുവീകരണങ്ങളെല്ലാം ജനം എങ്ങനെ കാണുമെന്ന് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നാലേ കൃത്യമായി പറയാനാവൂ. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 4-ന് പുലർച്ചെ 1 മണിക്കും 4 മണിക്കും മധ്യേ 70ഓളം അക്രമികൾ 10 സന്യാസിനിമാർ താമസിക്കുന്ന എറണാകുളം HMT കൈപ്പടമുകളിലുള്ള കളമശ്ശേരി മാർത്തോമാ ഭവൻ ആശ്രമത്തിന്റെ ഭൂമി കയ്യേറി. അവിടെ 45 വർഷമായി നിലനിന്ന 7 അടി ഉയരത്തിലുള്ള മതിലും ജലവിതരണത്തിനുള്ള പൈപ്പുകളും CCTVയും തകർത്തു. മഠത്തിലേക്കുള്ള വഴിയടച്ച് അവരുടെ സഞ്ചാരമാർഗവും ഇല്ലാതാക്കി. താൽക്കാലിക വീടുകൾ വെച്ച് താമസവും തുടങ്ങി. എറണാകുളം സബ് കോടതിയുടെ 2007-ലെ ഉത്തരവും പ്രൊഹിബിറ്ററി ജംഗ്ഷൻ ഓർഡറും ലംഘിച്ചാണ് അക്രമികൾ വന്നത്. 2 ആഴ്ച കഴിഞ്ഞിട്ടും പോലീസ് നോക്കി നിൽക്കുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിൽ 45 വർഷമായി പ്രവർത്തിക്കുന്ന സന്യാസ സമൂഹം 1982-ൽ പലരിൽ നിന്നായി വാങ്ങിയ 7 ഏക്കർ ഭൂമിയിലാണ് സന്യാസ ഭവനം സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ ഹനീഫ എന്ന വ്യക്തിയിൽ നിന്നും അക്കാലത്ത് 12,50,000 രൂപ കൊടുത്തു വാങ്ങിയ ഭൂമിയെക്കുറിച്ച് ഉടമസ്ഥ തർക്കം ഉണ്ടായി. പണം വാങ്ങിയ ഹനീഫ രേഖകൾ കൃത്യമായി കൊടുക്കാതെ കബളിപ്പിച്ചു. കേസ് സബ് കോടതിയിലെത്തി. കോടതി മാർത്തോമാ ഭവനത്തിന് അനുകൂലമായി വിധിച്ചു. ഹൈക്കോടതിയും വിധി ശരിവെച്ചു. ഇതിനിടെ 2010-ൽ ഹനീഫയുടെ മക്കൾ വ്യാജരേഖകൾ ഉണ്ടാക്കി സ്ഥലം തൃശൂർ സ്വദേശികളായ മുഹമ്മദ് മൂസ, NM നസീർ, സെയ്ദ് മുഹമ്മദ് എന്നിവർക്ക് വിറ്റു. വീണ്ടും കേസായി. ഹൈക്കോടതി തഹസിൽദാറോട് റിപ്പോർട്ട് ചോദിച്ചു. തഹസിൽദാറുടെ റിപ്പോർട്ട് മാർത്തോമാ ഭവനത്തിന് അനുകൂലമാണ്. അപ്പോഴാണ് സെപ്റ്റംബർ 4-ന് അർദ്ധരാത്രി 60ഓളം അക്രമികൾ JCB പോലുള്ള ഉപകരണങ്ങളുമായി എത്തി ആശ്രമത്തിന്റെ 45 വർഷമായുള്ള മതിൽ ഇടിച്ചു തകർത്തതും അകത്ത് കോൺക്രീറ്റിലുള്ള താൽക്കാലിക നിർമ്മിതികൾ സ്ഥാപിച്ചതും. 3 ആഴ്ച കഴിഞ്ഞിട്ടും അക്രമികളെ ഇറക്കിവിടാൻ പോലീസ് ചെറുവിരൽ അനക്കുന്നില്ല. അതിക്രമത്തെ അപലപിക്കുവാൻ മുഖ്യധാര പാർട്ടികളോ നേതാക്കളോ മുന്നോട്ട് വരുന്നില്ല. സീറോ മലബാർ മീഡിയ കമ്മീഷൻ ചോദിക്കുന്നത് കളമശ്ശേരി കേരളത്തിലല്ലേ എന്നാണ്. പോലീസിന്റെ കയ്യേറ്റക്കാർക്ക് സംരക്ഷണം നൽകുന്നുവെന്നും കമ്മീഷൻ ചോദിക്കുന്നു. കയ്യേറിയവർക്കെതിരെ നടപടിയെടുക്കാത്ത പോലീസ് അനാസ്ഥയിൽ സുപ്പീരിയർ ഫാദർ ജോർജ് പാറേക്കര ORC പ്രതിഷേധിച്ചു. പോലീസിന്റെയും മുഖ്യധാര രാഷ്ട്രീയക്കാരുടെയും സമീപനം കേരളത്തിനാകെ അപമാനമാണ്. 4.5 പതിറ്റാണ്ടായി കളമശ്ശേരിയിലെ മാർത്തോമാ ഭവനത്തിൽ താമസിക്കുന്ന 10 സ്ത്രീകളുടെ സുരക്ഷയ്ക്കും കുടിവെള്ളത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും ഭീഷണി ഉണ്ടാക്കിയവർ പോലീസ് സംരക്ഷണയിൽ ഇന്നും അവിടെ വിലസുന്നത് നാടിന് ആകെ അപമാനമല്ലേ? ആ സ്ത്രീകൾ കന്യാസ്ത്രീകളാണെന്ന പരിഗണന വേണ്ട. ഏതു സമുദായത്തിൽപ്പെട്ടവരുമാകട്ടെ, അവരെ പീഡിപ്പിക്കുന്നവർക്ക് എന്തേ പോലീസ് കൂട്ടുനിൽക്കുന്നു? അക്രമികൾക്കെതിരെ എന്തേ അവിടുത്തെ ജനപ്രതിനിധികളോ രാഷ്ട്രീയക്കാരോ പോലും വാ തുറക്കുന്നില്ല? ഇതാണോ കേരളം അവകാശപ്പെടുന്ന സ്ത്രീ സുരക്ഷ? സെപ്റ്റംബർ 4-ന് അർദ്ധരാത്രി നടന്ന സംഭവമാണ്. ലജ്ജയിലെ പോലീസെ എന്ന് ചോദിച്ചു പോവുകയാണ്. കേരളത്തിലെ വനിതാ കമ്മീഷൻ എന്തേ ഇടപെടുന്നില്ല? അവരും ആക്രമിക്കപ്പെട്ട ആ സ്ത്രീകൾക്ക് വേണ്ടി ചെറുവിരൽ അനക്കുന്നില്ല. കുടിവെള്ളവും സഞ്ചാര സ്വാതന്ത്ര്യവും ഇല്ലാതാക്കിയ അക്രമികൾക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കുന്നില്ല. അക്രമികൾ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരായതുകൊണ്ടാണ് ഈ നിസ്സംഗത എന്ന ആരോപണം ശക്തമാവുകയാണ്. സർക്കാർ നോക്കി നിൽക്കരുത്. ആക്രമിക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി ശക്തമായ നടപടികൾ സ്വീകരിക്കണം. ആക്രമികളെ അടിച്ചോടിക്കണം. മുഖം നോക്കാതെ നടപടിയുണ്ടാവണം. ഷീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച.